ഞാൻ ഓട്ടോയിൽ രാത്രി പ്രാക്ടീസിനൊക്കെ പോകില്ലേ, ഓട്ടോയിൽ പോകുന്ന സമയത്ത് പല സ്ഥലത്തും ഇലക്ട്രിക് പോസ്റ്റ് മൂടിയിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഈ കാർഡ് വെട്ടുണ്ട്. എൻ്റെ മിസ്സിന് ഭയങ്കര ക്ലീൻനെസ് ഇഷ്ടമാണ്. അപ്പം അവർ അവിടെ പറയും നമുക്ക് ഒരു രാവിലെ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ കടലിനെ നീറ്റാക്കാൻ പറയും. അതുപോലെ കുഞ്ഞുമംഗലം ഹൈസ്കൂളിൻ്റെ അടുത്ത് കുട്ടികൾ പോകുന്ന റോഡിൻ്റെ പകുതിയും കാട് വന്ന് എൻക്രോച്ച് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോവാ? ആൾക്കാർക്ക് ഫുട്പാത്ത് എവിടെയുള്ളത്? നമ്മൾ അതോറിറ്റീസ് ഒന്നും കാര്യമല്ല. അപ്പം അന്ന് തുടങ്ങിയാണ് ആൾക്കാർ പലതും പറയും ഇയാൾക്ക് എക്സസൈസിന് വേണ്ടിയിട്ടാണ്, തലക്ക് സുഖമില്ല, അതൊക്കെ ഒന്നും ബോധറിയില്ല. ആകെ ഒരാളെ ബോഡിയുള്ളൂ, മുകളിലത്തെ ആൾ. നമ്മളെ കർമ്മഫലം ഇല്ലേ, സൈക്കിള് മാത്രം, വേറെ ഒന്നും ചിന്തിക്കണ്ട. എമൗണ്ട് ഇപ്പം തന്നെ ഒരു 80,000 മേലെയായി. ഒരു ബിറ്റ് സ്റ്റിക്കർ 80,000, ഒരു 83 റുപ്യ ഒരു സ്റ്റിക്കർ. ഇത് ബാംഗ്ലൂരിൽ തന്നെ വരുത്താണ് ഓൺലൈനായിട്ട്. അതിൻ്റെ നിങ്ങൾ പക്ഷേ ഇതന്നെ ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ വെള്ളം എടുത്തിട്ട് വരും. രാത്രി 9:30 ശേഷം വരും. കാരണം വെള്ളം മുക്കി തുടച്ചിട്ടില്ല എന്താണെന്നറിയോ? അപ്പം നിങ്ങൾ ഗ്ലാസ് തുടച്ചിട്ടില്ല കാണില്ലല്ലോ. അപ്പം നമ്മൾ സ്പെക്സ് പൊടി വന്നാൽ കാണില്ല. അതുപോലെ അതിൻ്റെ ഗ്ലേസിങ് കാണണമെങ്കിൽ ഇത് കാണും. പക്ഷേ 3M ആണ്, നല്ല ക്വാളിറ്റി സാധനം. ഒരു 8 കൊല്ലത്തേക്ക് 10 കൊല്ലത്തേക്ക് പോകില്ല. പക്ഷേ കുഞ്ഞുമംഗലത്ത് ഉള്ളോട്ട് ഏരിയയിൽ ചില സ്ഥലത്ത് ആൾക്കാർ പറിച്ചു കളഞ്ഞു ഇതൊക്കെ. പിന്നെ രണ്ടാമത് പോസ്റ്റ് ചെയ്തു, 3 പ്രാവശ്യം 4 പ്രാവശ്യം ഫേസ്റ്റ് ചെയ്തിട്ട് പിന്നെ അനങ്ങിയിട്ടില്ല. പിന്നെ വാർഡ് മെമ്പറോടെല്ലാം പറഞ്ഞു കുഞ്ഞുമംഗലത്തൊക്കെ അവരൊക്കെ പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് പബ്ലിക്കിന് വേണ്ടി, എൻ്റെ പേരൊന്നുമില്ലല്ലോ, എനിക്ക് വേണ്ടി ചെയ്തതല്ല, പബ്ലിക്കിന് വേണ്ടി ചെയ്തതാണ്. അപ്പം പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞിട്ട് അങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇത് ആകെപ്പാടെ നമുക്ക് വേറൊന്നുമല്ല, സെൽഫ്. നിങ്ങളാണ് എല്ലാവരും ഓർക്കുമ്പോൾ ഞാൻ ഈ 12 1 മണി വരെ പണിയെടുക്കില്ല. ഇത് നമ്മുടെ കൂട്ടത്തില് ചില മനുഷ്യരുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി യാതൊരു ലാഭേച്ഛയും കൂടാതെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് കടന്നു പോകുന്നവർ. അവരിൽ പലരെയും നമ്മൾ അറിയാറില്ല, അവരങ്ങനെ അറിയണമെന്ന് ആഗ്രഹിക്കാറുമില്ല. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. രാത്രിയാകുമ്പോൾ നാഷണൽ ഹൈവേയിലൊക്കെ തിരക്ക് ഒന്ന് കുറയുമ്പോൾ, ഒരു 11 മണിക്കൊക്കെ ശേഷം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇരുചക്ര വാഹനത്തിലെത്തി, വാഹനത്തിൽ ബക്കറ്റിൽ നിറച്ച എംസാൻഡും അതുപോലെ ഡോക്ടർ ഫിക്സും ജില്ലിയും ഒക്കെ കൊണ്ടുള്ള മിശ്രിതം എടുത്ത് റോഡിലെ ചെറിയ ചെറിയ കുഴികളൊക്കെ അടക്കുന്നു. അതുപോലെ തന്നെ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടത്ത് ഡ്രൈവർമാർക്ക് കാണാൻ വേണ്ടിയിട്ട് റിഫ്ലക്ഷൻ സ്റ്റിക്കറുകൾ പതിക്കുന്നു, സൂചനാ ബോർഡുകൾക്ക് മുന്നിലുള്ള കാർഡുകൾ വെട്ടിത്തെളിക്കുന്നു, മിററുകളൊക്കെ കഴുകി വൃത്തിയാക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആരും ചുമതലപ്പെടുത്തിയിട്ടല്ല, സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചെയ്യുന്ന ഒരാൾ. കുഞ്ഞിമംഗലം സ്വദേശിയായ PM ജയകുമാർ എന്ന വെറ്റിനറി ഡോക്ടറാണ്. അദ്ദേഹം പാലക്കാട് ജില്ലാ ഓഫീസറായിട്ടൊക്കെയാണ് വിരമിച്ചത്. ആ വലിയ മനുഷ്യന്റെ നല്ല കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ വെച്ചാൽ അവരെന്നെ ഓട്ടോക്കാരനും പറയും, എത്രയോ നമുക്കൊരു വിഷനാണ്. കാരണം വെച്ചാൽ ഒരു ഗൈഡൻസ് കിട്ടി, ഏതാ റോഡ് ഏതാ ഇതെന്നുള്ളത്. മറ്റൊന്നും മനസ്സിലാവില്ല. അപ്പം ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണുന്നില്ലേ, ആ മുനിസിപ്പാലിറ്റിൻ്റെ ബോർഡ് എല്ലാം ചെയ്യും. അതിനൊരു കുറേ ഭാഗത്ത് ഇനി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ. ഇതിപ്പോൾ നാളത്തേക്ക് പാറമാരിയാവും. ഇതിൽ ഒരു കോട്ടിങ് കൂടി വേണം, സാധനം തീർന്നു പോയി. അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തെ ഭാഗത്ത് കാണാം, എല്ലാ സ്ഥലത്തും കാണാം ഇത്. ഞാൻ പോകുന്ന വഴിക്ക് ലഡാട്ട് പോകുന്ന വഴിക്ക് ഇപ്പോൾ നിങ്ങൾ പെരിയാരം പോകുമ്പോൾ കണ്ടിട്ടില്ലേ, കോളേജിൻ്റെ അടുത്ത് കണ്ടിട്ടില്ല, അങ്ങോട്ട് തിരിയുന്ന ഭാഗത്ത് കണ്ടിട്ടില്ലേ, 100% ഈ മൾട്ടി കളർ 7 കളർ സ്റ്റിക്കർ ഞാൻ മാത്രം ഒട്ടിക്കുന്നതാണ്. ഒറ്റ ഇതന്നെ നമുക്ക് നമ്മളെ ആക്ടിവിറ്റി, ഒരു പ്രവർത്തനം കൊണ്ട് ഒരു ജീവനെങ്കിലും അപകടം പറ്റുന്ന ഇല്ലാണ്ടിരിക്കുക. വെഹിക്കിൾ എത്ര ആൾക്കാർ വണ്ടി തട്ടി മരിക്കുന്നു, തൂണ് കാണാണ്ട് മരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ചുകൂടി വണ്ടിക്കാർ എന്നോട് പറഞ്ഞതെന്താ വെച്ചാൽ കുറച്ച് അലേർട്ടാവും. ഇതിപ്പോൾ ഒരു ബ്രിഡ്ജാന്ന് മനസ്സിലാവും. കുറച്ച് മുമ്പ് ഒന്നും മനസ്സിലാവുന്നില്ല, ഈ ലൈറ്റ് ഇപ്പോൾ ഒന്നാണ്, ഈ 2 സൈഡും ഒന്നും മനസ്സിലാവുന്നില്ല. ഇതിനടിച്ചിട്ട് പോകും ആൾക്കാർ. നിങ്ങളിപ്പോൾ അപ്പുറത്ത് പോകുന്ന വഴിക്ക് നോക്കിയാൽ അറിയാം, ആ ബീമില്ലേ, മെയിൻ എൻട്രൻസ് ബീം കംപ്ലീറ്റ് ചെത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം അതിന് ശേഷം ചെത്തി എടുത്തില്ല, കാരണം ഞാൻ ബ്രിമ്മിന് കണക്കായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വണ്ടിയാണ്, ഒരൊറ്റ വണ്ടിയുടെ മുട്ടിയില്ല, കാരണം അവർക്ക് ഡയറക്ഷൻ കിട്ടി, ഇവിടെ പാലുണ്ടെന്നുള്ള മനസ്സിലായല്ലോ. അതുപോലെ ബമ്പിന് 2 ബമ്പിനും അപ്പുറത്ത് ഇപ്പോൾ പോകുന്ന വഴിക്ക് ബമ്പിന് കാണാം. നിങ്ങൾ നോക്കിയോ, ക്ലിനിക്കില്ല, 9 ക്ലിനിക്ക്, പൈനക്കുള്ള ഗേറ്റില്ലേ, അവിടെ നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിച്ച് കാണാം നിങ്ങൾക്ക്. ബമ്പ് പ്രത്യേക സ്പെഷ്യൽ സാധനമാണ് അത്. റോഡ് മാർക്കിംഗ് പെയിന്റ് ഉണ്ട്. അത് UP നിന്ന് നമ്മൾ വരുത്തിയിട്ട് ഗ്ലാസ് ഫൈബർ വാങ്ങിച്ചിട്ട് ഗ്ലാസ് ഫൈബറിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് വിനൈൽ ഷീറ്റിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് അതൊരു 3 പ്രാവശ്യമായിട്ട് അടിച്ചിട്ട് അവസാനം കാറിനടിക്കുന്ന ക്ലിയർ കോട്ട് അടിക്കും, എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിക്കും. എന്നാൽ പിന്നെ വീലിൻ്റെ ടയറിൽ വരയുമ്പോൾ പോകില്ല. എന്നിട്ട് ഞാൻ ആദ്യം പെയിൻറ്റ് വാങ്ങിച്ച് റോഡിൽ അടിച്ചു നോക്കി, വരഞ്ഞ് പോയി പോകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പോകുന്ന വഴി കാണാം, നിങ്ങൾ ജസ്റ്റ് ഒരു അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ജസ്റ്റ് തിരിയുമ്പം 9 ക്ലിനിക്ക് പറഞ്ഞിട്ട് കടമുണ്ട്, ഒരു ക്ലിനിക്കാണ്. ഹാർട്ട് എക്കോ എല്ലാം നോക്കുക, ഹാർട്ടിൻ്റെ 2 കുട്ടികളാണ്, ബോയ്സ് 2 ആളും. അതിൻ്റെ മുമ്പിൽ ഞാൻ അവിടെ ആക്കിയിട്ടാ ഈ പോകുന്ന വഴിക്ക് കാണുന്നില്ല അത് തന്നെ. ഇപ്പം അതുപോലെ ടൗണിലെ ഡിവൈഡർ കടക്കാരെന്നോട് പറഞ്ഞു എത്രയാ വണ്ടി അടിക്കുന്നു പറഞ്ഞു കടക്കാരെ. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മൾ പൈസ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടുന്ന പെൻഷൻ അതിൻ്റെ ഭാഗം ഒരു ഭാഗം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുക, അത്ര തന്നെ. ആഫ്റ്റർ ഓൾ ഏകദേശം 64 ഇനിയിപ്പോൾ ഇത്രയൊന്നും പോകില്ല. അപ്പോൾ പിന്നെ ഹെൽത്തിയാന്ന് കുഴപ്പമൊന്നുമില്ല. രാവിലെ മെഷീൻ എടുത്ത് ഇറങ്ങും, നാടെല്ലാം നമ്മൾ ക്ലീനാക്കി.
പഞ്ചായത്ത് വിളിച്ചു, അങ്ങനെ കുറേ ക്ലബ്ബുകാരെ വിളിച്ചു. ഞാൻ പിന്നെ പറയും അതിൻ്റെ ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. ഇതൊക്കെ ഒരു 2 ദിവസം നമുക്ക് തോന്നും എന്താ ബാക്കി, പിന്നെ 3-ാം ദിവസം ചില കുറേ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ മേധാവി കാസർഗോഡ് പാലക്കാട് ഉണ്ടായി. അപ്പോൾ എല്ലാ പോസ്റ്റും എല്ലാം അതിൻ്റെ പവറെല്ലാം കണ്ടിട്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അതിൽ ഒന്ന് പറഞ്ഞാൽ ഇതിലൊരു ആനപ്പുറത്തിരിക്കുമ്പോഴുള്ള ഫീലിംഗ് ആണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരാണ്. അപ്പം വണ്ടിക്കാരൊക്കെ പക്ഷെ നല്ല കോപ്പറേറ്റീവ് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നില്ലേ, ഇത് ഇടുന്നതുകൊണ്ട് എന്താ വെച്ചാൽ അവർക്കറിയാം, അവരിപ്പോൾ ചെയ്യുന്നത് കണ്ടില്ല, ആരും ഒന്ന് സ്ലോ ആക്കുന്നത് കണ്ടിട്ട്. ഇനിയിപ്പോൾ എന്താ പണി വെച്ചാൽ കണ്ടോത്ത് അങ്ങത്തോളം പണി. മാവില്ലേ സൈഡിലേക്ക് വെക്കുന്നത്, മാവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാവിന് ടിന്ന് വാങ്ങിച്ചിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ടിന്ന് ബെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ കുഞ്ഞുകാലം ഭാഗത്താക്കിയിട്ടുണ്ട്. അതാക്കണം. എന്നൊക്കെ വെച്ചാൽ ലോറി കുറേ മാവ് ചെത്തിയിട്ടുണ്ട്. സൈഡ് പാർക്ക് ചെയ്യുമ്പോൾ നോക്കൂല, വന്ന് ചെത്തി അടിക്കും. ഈ ബൈപ്പാസിൻ്റെ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ട് ചെയ്യാനുണ്ട്. രാത്രി 9:30 ശേഷം വരുള്ളൂ, കാരണം പകലൊക്കെ സന്ധ്യക്കാലം തിരക്കാണ്. നമുക്ക് ഈ പ്രാക്ടീസിൻ്റെ തിരക്ക്, അനിമൽ പറഞ്ഞില്ലേ വെറ്ററിനറി ഡോക്ടറാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കാണ്. പിന്നെ ഇതൊരു ആഫ്റ്റർ ഓൾ ഏറ്റവും സന്തോഷം. ഇന്നിപ്പോൾ ഞാനിത് വിചാരിക്കുന്ന ഒരു 2 ആഴ്ചയായി വിചാരിക്കുന്നു. ഞാനിത് 1-2 ആൾക്കാരോട് പറഞ്ഞു നോക്കി, അവർ നോക്കാന്ന് പറഞ്ഞു. നോക്കാന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയണ്ട, ഇതെല്ലാം ഈ കാടെല്ലാം ചെത്താൻ വേണ്ടിയിട്ടാണ്. വഴിക്കുന്ന പെട്ടെന്ന് ഇത് കാണില്ലേ, നമ്മൾ കാടൊക്കെ കാണില്ലേ, ഈ കാട് കാഴ്ച റോഡിലൊക്കെ ചെടി വന്നിട്ട് ഞാൻ ഇതെല്ലാം ചെത്തിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, നല്ല വന്ന് മൂടും. ഒന്നും മനസ്സിലായി. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ നിങ്ങൾ ചെത്തുമ്പോ അതുപോലെ ഈ ഇതാ വള്ളി വലിക്ക, വള്ളി ഉണ്ടല്ലോ, മെഷീൻ പേര് കൊണ്ടുവരുമ്പോൾ ഇതൊന്നും ആവില്ല. മെഷീൻ കൊണ്ടുവന്ന് സന്ധ്യക്ക് അവിടെ വന്ന് ചെയ്യാം 2 സൈഡിലും. ഈ സൈഡ് കുഴപ്പമില്ല, ആ സൈഡ് കംപ്ലീറ്റ് കാടാണ്. അത് കംപ്ലീറ്റ് മെഷീനിൽ വന്ന് ചെയ്യാം സന്ധ്യക്ക്. ഒരു 7 മണി വരെ ചെയ്യും, പിന്നെ ചെയ്യാൻ പറ്റില്ല.